ക്യാമറമാൻ ശരിയില്ല, ആളെ മാത്രം. ഹലോ, ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ്. എൻ്റെ വെഡിങ് സാരി പർച്ചേസ് ചെയ്യാനായിട്ട് ഞാനും അച്ഛനും അമ്മയും വിശാഖും ആളും എല്ലാവരുമായിട്ട് ഞങ്ങൾ തിരുനെൽവേലി RMKVയിൽ പോവാണ്. സാരി വാങ്ങുമോന്നൊന്നും അറിയില്ല, ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങാം. അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അവിടെ ഇങ്ങനെ കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നേരെ വീണ്ടും തലസ്ഥാനത്തോട്ട് വണ്ടി ട്രിവാൻഡ്രത്ത് പോവുക, കല്യാണോ ജയലക്ഷ്മിയോ ഇവിടെ നിന്ന് ചെന്ന് ഇഷ്ടപ്പെടുന്ന രീതിക്ക് സാരി എടുക്കുക. അതാണ് പോത്തീസെത്തി. ഭയങ്കര തിരക്കും നല്ല വെയിലും ഉണ്ട്. പോത്തീസിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ പോത്തീസിനുള്ളിൽ പോവാണ്. ഇഷ്ടപ്പെട്ട റെഡ് കോമ്പിനേഷൻ. ബോർഡറും ഇത് ഭയങ്കര ചെറിയ കുറച്ച് അതുകൊണ്ട് ഇതിന്റെ ഡിഫറൻസ് അറിയുന്നില്ല. മറ്റേത് അത് വെച്ച് നോക്കിയാൽ ഇതെല്ലാം ഒരുപോലെ അങ്ങനെ ഇതിന്റെ ബോർഡർ നന്നായിട്ടുണ്ട്, പക്ഷേ ഇത് ഭയങ്കര ക്യാമറ സാരിയൊക്കെ എടുത്തു. അത് പിന്നെ നമ്മുടെ എന്താണ് ഈ കുഞ്ചല കെട്ടാനും പിന്നെ അതിൽ തന്നെ അവർ പേര് എഴുതി തരാമെന്ന് പറഞ്ഞു. നമുക്ക് ഫ്രീ ആണ്, പേര് എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പം അതിന് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത് 2 hours ആവും. അപ്പോൾ നല്ലോണം വിഷമം. ശരി, ആ 2 hours ഗ്യാപ്പിൽ നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആച്ചി മെസ്സിൽ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീണ്ടും ഞങ്ങൾ ചെന്നൈ സിൽക്സിൽ പോയി. അവിടെ പോയി വീണ്ടും ഒരു ചെറിയൊരു വെറുതെ എല്ലാം ഒന്ന് നോക്കിയിട്ട് തിരിച്ച് പോത്തിച്ച് ചെന്ന് സാരി മേടിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ സിൽക്സ് എത്തി. എനിക്കും അമ്മയ്ക്ക് സാരി നോക്കാൻ പോവാം. അമ്മൂന് നമ്മൾ എവിടെ നിന്ന് എടുത്താമോ പോത്തീസിൽ നിന്ന് സാരി പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ എനിക്കും അമ്മയ്ക്കും ചെന്നൈ സിൽക്സിൽ സാരി നോക്കാൻ പോകും. ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല, എന്നാലും നോക്കാം. അമ്മൂന് എടുക്കണം, ഇനി ഒരു സാരി 2 എടുക്കണം. 1 എടുത്തിട്ടുണ്ട്, ഇനി 1 കൂടെ എടുക്കണം. അവിടെ കളക്ട് ചെയ്യുന്ന നോക്കാം. കമോൺ, ലെറ്റ്സ് ഗോ.
യെസ്. ഭയങ്കര ഉറക്കം. എനിക്ക് നോക്കണേ, കണ്ണാടി വഴിക്കൂടെ എടുത്ത് നോക്കണേ. ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഓണായിരിക്കണേ. ഞങ്ങളെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുന്നില്ല. പാർട്ട് 2 അല്ല, പാർട്ട് 1 കഴിഞ്ഞിട്ടില്ല. അതാ ഷോപ്പിംഗ് ടു ബി കണ്ടിന്യൂ നെക്സ്റ്റ് വീക്ക്. അതും ലൊക്കേഷൻ വേറെയാണ്. തമിഴ്നാടൊന്നും നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. കൊച്ചിൻ എറണാകുളത്ത് പോയി അവിടെ ഷോപ്പ് ചെയ്യും. ഇന്നൊന്നും ശരിയായിട്ടില്ല. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞങ്ങൾക്ക് അഹങ്കാരമാണ്. ഇന്ന് ഒരു ദിവസം അറിയില്ല റിസപ്റ്റ്. പക്ഷേ അല്ല, ശരിക്കും ഒന്നും സെറ്റായില്ല. ഞാൻ വിചാരിച്ച പോലെ ഒന്നും എനിക്ക് കിട്ടിയില്ല. നോക്കിയാൽ എൻ്റെ ഡ്രസ്സ് മാത്രമേ നോക്കിയുള്ളൂ. ഇവരുടെയൊക്കെ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ തന്നെ അത്രയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ? ആ സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇപ്പോൾ കിട്ടിയതെടുക്കാമെന്ന് വിചാരിച്ചു. ഓഫീസിൽ ഒരു സാരി ഫിക്സ്ഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സാരി ഓക്കെയാണ് അല്ലേ? ഒരു സാരി ഓക്കെയാണ്. 2 സാരി വേണം. അപ്പോൾ ഒരു സാരി ഓക്കെയാണ്. പിന്നെ ചെന്നൈ സിൽക്സിൽ പോയി പക്ഷേ ചെന്നൈ സിൽക്സിൽ പോയിട്ടും അത്രയ്ക്ക് ഒന്നും സെറ്റായില്ല. പിന്നെ അവിടെ നിങ്ങൾ തിരിച്ച് വീണ്ടും പോത്തീസിലോട്ട് വന്നപ്പോഴത്തേനും അവിടെ വീണ്ടും ഒരു സാരി കണ്ടായിരുന്നു. അത് എടുത്തിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവർക്കാർക്ക് അത്ര മുഹൂർത്തത്തിന് അത് അത്ര സെറ്റാവില്ല എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ഓപ്ഷണൽ സാരിയാണ്. ഓപ്ഷണൽ സാരി എന്ന് പറയുമ്പോൾ എനിക്ക് മുഹൂർത്തത്തിന് വേറെ സെറ്റ് ആയില്ലെങ്കിൽ അതൊന്നീ മാളും അല്ലെങ്കിൽ അമ്മ കൊടുക്കും അങ്ങനെ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് എറണാകുളത്തോട്ട് പോയി ബാക്കി ഷോപ്പിംഗ്. ഇനി റിസപ്ഷൻ 2 വീക്കിൽ റിസപ്ഷൻ്റെ ഡ്രസ്സ് എടുക്കണം, എനിക്ക് മുഹൂർത്തത്തിന് ഡ്രസ്സ് എടുക്കണം, പിന്നെ അമ്മയ്ക്ക് മാളുവിനും ഡ്രസ്സ് എടുക്കണം, വിശാഖിന് ഡ്രസ്സ് എടുക്കണം. അങ്ങനെ കുറേ ഡ്രസ്സ് ഇപ്പോൾ പെൻഡിങ്ങാണ്. ഇന്ന് രാവിലെ തൊട്ട് രാത്രി ഞങ്ങൾ ആ പണി 2 സാരി എടുത്തോളൂ. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയാണ്. മാക്സിമം വെഡിങ്ങിനാകുമ്പോൾ എല്ലാവർക്കും ആയിരിക്കണം. ഞങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ കുറച്ച് അധികം പുച്ഛം തോന്നും. ഭയങ്കര കൺഫ്യൂഷൻ. ഷോപ്പിംഗ് കണ്ടിന്യൂ ആവുകയാണ്. വീട്ടിൽ പോകണം. ബൈ ബൈ. അങ്ങനെ ക്യാമറാമാൻ വിശാഖനോടൊപ്പം മാളുവൻ ലക്ഷ്മി.